പിന്നെ മോഡലിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് വിചാരിക്കുന്നു. അത് ശരിക്കൊരു ബർത്ത് കൺസീൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബർത്ത് ഹസ്ബൻഡ് അറിയുന്നുണ്ട്. ഹസ്ബൻഡ് പേര് പറയുന്നില്ല, കാരണം ഹി ഈസ് നോട്ട് ഇൻവോൾവ്. അപ്പോൾ ബർത്ത് ഹസ്ബൻഡ് അറിയുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ആ കൊച്ചുമായിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ KVM ഹോസ്പിറ്റലിൽ വെച്ച് ആണ് ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്ന് 5th ഡേ ആണ്. അവിടെ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷിനെ അവിടെ വിളിച്ചു വരുത്തി കൊച്ചിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ രതീഷ് ആക്ച്വലി ഫസ്റ്റ് ഒരു കൺഫ്യൂഷനായിരുന്നു, എന്താണ് ചെയ്യേണ്ടത്, കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമില്ല. പിന്നീടാണ് ഒരു എലിമിനേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. പിന്നെ കൊച്ചിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് എന്താ വേണ്ട ചെയ്തോ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉള്ളതായിട്ടാണ് രതീഷിന് മനസ്സിലായത്. അങ്ങനെയാണ് ഫസ്റ്റ് അവിടെ ഒരു സ്മോദറിംഗ് ആണ് കാണുന്നത്. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, സ്മോദറിംഗുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. മൂക്കും വായി പൊട്ടി പിടിച്ചിട്ട് മേർഡറാണ് നടന്നിരിക്കുന്നത്. പിന്നെ ആ ബാത്റൂമിൻ്റെ സീൻ നിങ്ങൾ കാണാൻ വിചാരിക്കുന്നു. ബാത്റൂമിൻ്റെ സീനിൻ്റെ അവിടെ കുറച്ച് മണ്ണിളകി കാണാം. അവിടെയാണ് ആദ്യം കുളിച്ചിട്ടുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള 2 റിസൾട്ടും ഉണ്ടാകുന്ന ഒരു കേസാണ്. കാരണം ആശാ വർക്കേഴ്സിൻ്റെ ഒരു നല്ലൊരു വർക്കുണ്ട്. ആശാ വർക്കേഴ്സാണ് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ പ്രഗ്നൻ്റ് ആയിരുന്നു, അത് കൺസീവ് ചെയ്തിരുന്നു എന്നുള്ളതും ഡെലിവറി കഴിഞ്ഞ് ഇവരൊക്കെ അറിയും. പക്ഷെ അവർ നോക്കുന്ന സമയത്ത് ഈ കൊച്ചിനെ അവിടെ വീട്ടിൽ കാണുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എൻക്വയറി എന്ന് പറയുന്നത് ഒരു കൊച്ചിനെ സെയിൽ ചെയ്തോ എന്നുള്ളതായിരുന്നു ഒരു ഇൻഫോർമേഷൻ. അതൊക്കെ ഏകദേശം സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ലോക്കലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അത് പറഞ്ഞ സമയത്ത് ആശാ വർക്കേഴ്സ് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, സ്ത്രീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിന് അവർക്ക് മനസ്സിലായത് അത് സെയിലാവാനൊരു ചാൻസ് ഉണ്ടോ, അതിൻ്റെ ആബ്സെൻസ് കണ്ടപ്പോഴാണ് അങ്ങനെ നോക്കുന്നത്. തുടർന്നാണ് പിന്നെ പോലീസ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചേർത്തല പോലീസ് SHOൻ്റെ ഭാഗത്തുനിന്നും ഓഫീസേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. കാരണം ഒരു പ്രൊആക്റ്റീവ് വർക്കാണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ്റെ മുകളിൽ എന്താണ് നടന്നിരിക്കുന്നതെന്നൊരു എഫേർട്ട് നടത്തി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡെലിവറി ഉണ്ടായവരും കൊച്ചുണ്ടായവരും ഇത് സെയിലിനാണോ എന്നുള്ള രീതിയിലൊരു ഇൻഫർമേഷൻ. അവസാനം സ്ത്രീയെ ചോദിച്ച സമയത്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഈ രതീഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അറസ്റ്റ് ചെയ്ത രതീഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ട്രാപ്പുണ്ടത്. കാരണം പോലീസ് അവനെ വിളിച്ചു വരുത്താൻ വേണ്ടി, അവൻ അബ്സ്കോണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് അവരുടെ മൊബൈൽ വെച്ചിട്ടാണ് വിളിക്കുന്നത് അല്ലേ. അവരുടെ മൊബൈലിനാണ് അവനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ വേറെ ആവശ്യമില്ല. മീൻവൈൽ ഇതിവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ലീക്കായ സമയത്ത് അവൻ നേരെ വീട്ടിൽ പോയി ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നു. ആ സമയത്തുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സെറ്റ് അപ്പ് പ്ലേസ് ആയിരുന്നു. അതായത് മറ്റേ ബോഡി കത്തിച്ച് കളഞ്ഞ എവിഡൻസ് കളയാമെന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻ ബിറ്റ്വീനാണ് ഈ കോള് കൂടുന്നു, പിന്നെ ഈ ഡിസ്കഷൻ വരുമ്പോൾ ടേപ്പാവണത്. അതിന് മുമ്പ് ബാത്റൂമിൽ എടുത്തു വെച്ചു, ബോഡി എടുത്തു വെച്ചു. ആ ബാത്റൂമിൽ വെച്ച സീനാണ് പിന്നെ കിട്ടിക്കാണുള്ളത്, കിട്ടിക്കാണെന്ന് ചെയ്യുന്നത്. ബാത്റൂമിൽ വെച്ചിട്ടാണ് പിന്നെ ആ സീൻ. വൈഫിൻ്റെ കോളുണ്ട്. സാധാരണ ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അത്ര സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വേണം വൈഫ് ജോലി ചെയ്യുന്ന വൈഫിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പോൾ വിതൗട്ട് അറ്റൻഡിങ് ഹർ കോൾ അത് അയാൾ പോവാതെ വൈഫ് വീട്ടിലേക്ക് വരില്ല എന്ന് അയാൾക്ക് ഡെഡ് ഷുവർ. അതുകൊണ്ടാണ് കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. വൈഫ് വരുന്നതിന് മുമ്പുള്ള ഒരു എലിമിനേഷനും കൂടി ആവശ്യമാണ്. അതാണ് ഫസ്റ്റ് സ്മോദറിങ് അബോർഷനൊക്കെ വേണ്ടി ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആവാതെ പോരുന്നതാണ്. മദർ ഓഫ് 2 ചിൽഡ്രൻ, 12-7 വയസ്സുള്ള കുട്ടികൾ, കോമൺ സെൻസ് അല്ലേ.